ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നാളെ നിങ്ങൾക്ക് ഇന്നത്തെ പോലെ തന്നെ ഒരു ദിവസം കൂടി ലഭിക്കുമെന്ന്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ണു തുറന്നത് സാധാരണമായ കാര്യമായി തോന്നിയിരിക്കാം. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ കണ്ണു തുറക്കുക എന്നത് പോലും ഒരു സ്വപ്നമായിരിക്കാം. നമ്മൾ പലപ്പോഴും ജീവിതത്തെ വളരെ ലളിതമായി കാണുന്നു. നാളെ ചെയ്യാം, പിന്നെ വിളിക്കാം, സമയം കിട്ടുമ്പോൾ കാണാം, കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് സന്തോഷമായി ജീവിക്കാം. പക്ഷേ ആ നാളെ എല്ലാവർക്കും ഉറപ്പുള്ളതല്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു വലിയ ഉപദേശമല്ല, ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ നിമിഷം വീണ്ടും ഒരിക്കലും തിരിച്ചു വരില്ല. നമ്മൾ എല്ലാവരും ഒരു ഓട്ടത്തിലാണ്. നല്ല ജോലി ചെയ്യണം, നല്ല വീട് വേണം, നല്ല കാറ് വേണം, പണം വേണം, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ പിന്നോട്ട് നോക്കും. അപ്പോൾ മനസ്സിലാവും ജീവിക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇത്രയും കാലം ഓടിയതെന്ന്. പക്ഷേ ഓടുന്നതിനിടയിൽ ജീവിക്കാൻ മറന്നുപോയി. മക്കൾ വളർന്നു, മാതാപിതാക്കൾക്ക് പ്രായമായി, സുഹൃത്തുക്കൾ അകന്നു, ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, ഒരുപാട് അവസരങ്ങൾ കടന്നുപോയി. പിന്നെ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും, പണം തിരിച്ചു സമ്പാദിക്കാം, നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടും വാങ്ങാം, പക്ഷേ കഴിഞ്ഞുപോയ സമയം ഒരിക്കലും തിരിച്ചു വാങ്ങാൻ കഴിയില്ല എന്നുള്ളത്. നമ്മൾ സമയം വളരെ വില കുറച്ച് കാണുന്നു. 1 മണിക്കൂർ ഫോൺ നോക്കാൻ കഴിയും, പക്ഷേ 5 മിനിറ്റ് അമ്മയോടൊപ്പം ഇരിക്കാൻ സമയമില്ല. മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ജീവിതം നോക്കും, പക്ഷേ നമ്മുടെ സ്വന്തം ജീവിതം ആസ്വദിക്കാൻ സമയം കണ്ടെത്തില്ല. ഒരു മെസ്സേജ് അയക്കാൻ പോലും മടിക്കും, പിന്നെ അയക്കാം എന്ന് കരുതും. ഒരു ഫോൺ കോൾ പിന്നെ വിളിക്കാം എന്ന് കരുതും. ചില പിന്നെകൾ ഒരിക്കലും വരില്ല. ഒരു ദിവസം ഫോൺ കയ്യിലുണ്ടാകും, പക്ഷേ വിളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ വ്യക്തി ഫോണിന്റെ മറുവശത്ത് ഉണ്ടാകണമെന്നില്ല. അന്ന് നമ്മൾ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ കേൾക്കാൻ ആ വ്യക്തി ഉണ്ടാകില്ല. അതാണ് സമയത്തിന്റെ ഏറ്റവും വലിയ സത്യം. അത് കേൾക്കുമ്പോൾ അത് പോയെന്ന് പോലും നമ്മൾ അറിയാറില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ വിജയത്തിൽ മാത്രം കൂടെ നിൽക്കുന്നവരല്ല, നിങ്ങളുടെ പരാജയത്തിലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരുമാണ് യഥാർത്ഥ ബന്ധങ്ങൾ. നിങ്ങൾക്ക് ഒന്നുമില്ലാത്തപ്പോൾ കൂടെ നിന്ന ഒരാളെ നിങ്ങൾക്ക് എല്ലാം കിട്ടിയ ശേഷം മറക്കരുത്. നിങ്ങളുടെ ഒരു ഫോൺ കോൾ കാത്തിരിക്കുന്ന ആ ഒരാളുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിക്കൂ. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരാളുണ്ടെങ്കിൽ ഇന്ന് തന്നെ സംസാരിക്കൂ. ക്ഷമ ചോദിക്കേണ്ട ഒരാളുണ്ടെങ്കിൽ അഹങ്കാരം മാറ്റിവെച്ച് ക്ഷമ ചോദിക്കൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയേണ്ട ഒരാളുണ്ടെങ്കിൽ പറയൂ. കാരണം സ്നേഹം മനസ്സിൽ മാത്രം സൂക്ഷിച്ചാൽ പോരാ. ചിലപ്പോൾ അത് വാക്കുകളിലൂടെ പറയണം, ചിലപ്പോൾ ഒരു ചേർത്തുപിടുത്തത്തിലൂടെ കാണിക്കണം, ചിലപ്പോൾ ഒന്ന് കൂടെയിരുന്നാൽ മാത്രം മതി. ജീവിതത്തിൽ എല്ലാവരും നമ്മോടൊപ്പം അവസാനം വരെ ഉണ്ടാകില്ല. ചിലർ വരും, നമ്മുടെ ജീവിതം മനോഹരമാക്കും, പിന്നെ അകലും. ചിലർ നമ്മളെ വേദനിപ്പിക്കും, ചിലർ നമ്മളെ വിട്ടുപോകും, ചിലർ നമ്മളെ മറക്കും. പക്ഷേ അവരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മോടൊപ്പം തുടരും. അതുകൊണ്ട് നഷ്ടപ്പെട്ട ആളുകളെ ഓർത്ത് ജീവിതം നിർത്തിവെക്കരുത്. അവരെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവരുടെ ഓർമ്മയെ സ്നേഹത്തോടെ സൂക്ഷിക്കൂ. പക്ഷേ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ. കാരണം നിങ്ങളുടെ കഥയ്ക്ക് ഇപ്പോഴും പല പേജുകളും ബാക്കിയുണ്ട്. ഒരു അധ്യായം മോശമായതുകൊണ്ട് മുഴുവൻ പുസ്തകവും മോശമാണെന്ന് അർത്ഥമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ആരും അറിയാത്ത ഒരു വേദന, ആരും കാണാത്ത ഒരു കണ്ണുനീർ, ആരും മനസ്സിലാക്കാത്ത ഒരു പോരാട്ടം. പുറത്ത് ചിരിക്കുന്നുണ്ടാകാം, പക്ഷേ ഉള്ളിൽ നിങ്ങൾ തകർന്നിരിക്കാം. എങ്കിലൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ ചില രാത്രികൾ വളരെ നീളും, പക്ഷേ എത്ര നീണ്ട രാത്രിയായാലും പുലരി വരും. ഇന്ന് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ അവസാനമല്ല. ഇന്ന് ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നത് നിർത്തരുത്. ലോകം നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ വൈകിയേക്കാം. അതിനു മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചറിയണം. മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തരുത്. അവരുടെ വിജയമാണ് നിങ്ങൾ കാണുന്നത്, അവരുടെ പിന്നിലെ പോരാട്ടം നിങ്ങൾ കാണുന്നില്ല. അവരുടെ ചിരിയാണ് നിങ്ങൾ കാണുന്നത്, അവരുടെ കണ്ണുനീർ നിങ്ങൾ കാണുന്നില്ല. അവർ ഇന്ന് എവിടെ എത്തിയെന്ന് മാത്രം നോക്കരുത്, അവിടെ എത്താൻ അവർ എത്ര ദൂരം നടന്നു എന്ന് കൂടിച്ച് ഓർക്കണം. ഓരോ മനുഷ്യന്റെയും സമയം വ്യത്യസ്തമാണ്. ചിലർ നേരത്തെ വിജയിക്കും, ചിലർ വൈകി വിജയിക്കും. വൈകി എത്തിയത് കൊണ്ട് ആരും പരാജയപ്പെട്ടവരല്ല. നിങ്ങളുടെ യാത്ര നിങ്ങളുടേതാണ്. അതിനെ മറ്റൊരാളുടെ യാത്രയുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. നമ്മൾ വലിയ സന്തോഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. വലിയ വീട് കിട്ടുമ്പോൾ സന്തോഷിക്കാം, കൂടുതൽ പണം കിട്ടുമ്പോൾ സന്തോഷിക്കാം, ഒരു വലിയ ജോലി കിട്ടുമ്പോൾ സന്തോഷിക്കാം, സ്വപ്നം നേടിയ ശേഷം സന്തോഷിക്കാം. പക്ഷേ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം പലപ്പോഴും വളരെ ചെറിയ കാര്യങ്ങളിലാണ്. രാവിലെ കുടിക്കുന്ന ഒരു ചായ, ഇഷ്ടപ്പെട്ടൊരു പാട്ട്, മഴയുടെ ശബ്ദം, കുടുംബത്തോടൊപ്പമുള്ള ഭക്ഷണം, സ്നേഹിക്കുന്ന ഒരാളുടെ ഒരു മെസ്സേജ്.
അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒരു ഫോൺ കോൾ, ഒരാളുടെ മുഖത്ത് നമ്മൾ കാരണം വന്ന ഒരു പുഞ്ചിരി, ഇവയൊക്കെയാണ് ജീവിതം. അതുകൊണ്ട് ചെറിയ സന്തോഷങ്ങളെ ചെറുതായി കാണരുത്. ജീവിതം വലിയ നിമിഷങ്ങൾക്കായി മാത്രം കാത്തിരിക്കേണ്ട ഒന്നല്ല. ചെറിയ നിമിഷങ്ങളെ മനോഹരമാക്കുന്നതാണ് ജീവിതം. നമ്മൾ ഇവിടെ എത്ര കാലം ഉണ്ടാകും എന്ന് അറിയില്ല. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എത്ര ഹൃദയങ്ങളിൽ സന്തോഷം നിറച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ എത്ര പണം സമ്പാദിച്ചു എന്നത് മാത്രമല്ല, എത്ര പേരെ സഹായിച്ചു എന്നതും പ്രധാനമാണ്. എത്ര വലിയ വീടുണ്ടായിരിക്കുന്നു എന്നതല്ല, ആ വീട്ടിൽ എത്ര സ്നേഹമുണ്ടായിരുന്നു എന്നതാണ് പ്രധാനം. എത്ര ആളുകൾ നമ്മളെ ഭയപ്പെട്ടു എന്നതല്ല, എത്ര ആളുകൾ നമ്മളെ സ്നേഹിച്ചു എന്നതാണ് യഥാർത്ഥ സമ്പത്ത്. നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ നമ്മുടെ പണവും വീടും കാറും പദവിയും ഒന്നും നമ്മോടൊപ്പം വരില്ല. നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ നൽകിയ ഒരു നല്ല വാക്ക്, ഒരു സഹായം, ഒരു പുഞ്ചിരി, ഒരു സ്നേഹം, അതൊക്കെ ഒരാളുടെ ഹൃദയത്തിൽ ബാക്കിയാകാം. അതായിരിക്കും നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. അതുകൊണ്ട് ഇന്ന് തന്നെ ജീവിക്കൂ. നാളേക്കായി എല്ലാം മാറ്റിവെക്കരുത്. സ്നേഹം മാറ്റിവെക്കരുത്, സന്തോഷം മാറ്റിവെക്കരുത്, സ്വപ്നങ്ങൾ മാറ്റിവെക്കരുത്. ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ സഹായിക്കൂ. ആരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ സന്തോഷിപ്പിക്കൂ. ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറയൂ. കാരണം നാളെ ഒരു വാഗ്ദാനമല്ല, നമുക്കുറപ്പുള്ളത് ഈ നിമിഷം മാത്രമാണ്. ഒരിക്കൽ നിങ്ങൾ പിന്നോട്ട് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങൾ വലിയ വിജയങ്ങളായിരുന്നില്ല. ചില ചെറിയ നിമിഷങ്ങളായിരുന്നു. അമ്മയുടെ ശബ്ദം, അച്ഛന്റെ പുഞ്ചിരി, പ്രിയപ്പെട്ട ഒരാളുടെ കൈപിടിച്ചത്, സുഹൃത്തുക്കളോടൊപ്പം ചിരിച്ചത്, മക്കളോടൊപ്പം കളിച്ചത്, ഒരാളുടെ കണ്ണുനീർ തുടച്ചത്, ഒരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ സന്തോഷമായത്. അതാണ് ജീവിതം. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ, ഇന്ന് ഞാൻ ആരെങ്കിലും സന്തോഷിപ്പിച്ചോ? ഇന്ന് ഞാൻ സ്നേഹിച്ചോ? ഇന്ന് ഞാൻ ഒരാൾക്ക് ഉപകാരപ്പെട്ടോ? ഉത്തരം അതേ ആണെങ്കിൽ നിങ്ങൾ ഇന്ന് വിജയിച്ചു. കാരണം ജീവിതത്തിന്റെ വിജയം എത്ര സമ്പാദിച്ചു എന്നതിൽ മാത്രമല്ല, എത്ര മനസ്സുകൾക്ക് നിങ്ങൾ ഒരു നല്ല ഓർമ്മയായി മാറി എന്നതിലാണ്. അതുകൊണ്ട് നല്ലൊരു മനുഷ്യനായി ജീവിക്കൂ. കഴിയുന്നത്ര സ്നേഹിക്കൂ, കഴിയുന്നത്ര സഹായിക്കൂ, കഴിയുന്നത്ര ചിരിക്കൂ, കഴിയുന്നത്ര സന്തോഷം പകരൂ. നമ്മൾ ഇവിടെ എത്ര കാലം ഉണ്ടാകും എന്നറിയില്ല. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എത്ര ഹൃദയങ്ങളിൽ സന്തോഷമായി ജീവിച്ചു എന്നതാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ഇന്ന് തന്നെ ജീവിക്കൂ. നാളെ ഒരു വാഗ്ദാനമല്ല.